ഇത് രാഘവൻ നായരുടെ അമൃതവാണിയാണ്. 6600 ചില്ലാനം ആയത്ത് മലയാളത്തിൽ കവിതയാക്കി എഴുതിയിട്ടുണ്ട്. KG രാഘവൻ നായരുടെ അമൃതവാണിയാണിത്. ഇതൊരത്ഭുതമാണ്. ഇതെങ്ങനെ ആ മനുഷ്യന് കഴിഞ്ഞോ അത്ഭുതം. എങ്ങനെ കഴിഞ്ഞത്, എങ്ങനെ കഴിയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന് എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം ഇത് പരിഭാഷപ്പെടുത്തുമല്ല, അത് കവിതയാക്കാം. 6000 ചില്ലാനം ആയത്തുകൾ കവിതയാക്കി അമൃതവാണി KG രാഘവൻ നായർ. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം വായിച്ചുതരാം. കവിത ഞാന് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة لا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ഹമീം സജദിലെ ഈ വരിയുടെ ഒരു വ്യാഖ്യാനം മാത്രം ഞാൻ കണ്ടു. 6000 ചില്ലാനം ആയത്ത്. KG രാഘവൻ നായർ. അയാൾ രാഘവൻ നായരായി മരിക്കും ചെയ്തു. പക്ഷെ ഖുർആനോടുള്ള ഇഷ്ടം, മുസ്ലിമീങ്ങളോടുള്ള ഇഷ്ടം, എന്നാൽ അദ്ദേഹം മതം മാറി വേറെ കോലത്തിൽ അതൊന്നല്ല. അതേ രാഘവൻ നായർ തന്നെ. ഇതിലാണ് ഇപ്പൊ പറഞ്ഞ 260 സ്ഥലങ്ങളില് ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുസ്ലിമീങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രാഘവൻ നായർ ഇത് പരിഭാഷപ്പെടുത്തോ? ഹിന്ദുവിനെ കൊല്ലാനല്ല, നന്മ ആഗ്രഹിക്കാത്ത സത്യനിഷേധിയോട് യുദ്ധം ചെയ്യാൻ യുദ്ധകാന്ഡമാണത്. അത് യുദ്ധത്തിൽ ഇറങ്ങിയ വചനമാണ്, അല്ലാതെ അത് ഖുർആനിന്റെ മൗലികമായ ഒരു വിഷയമേ അല്ല. അത് സാന്ദർഭികമാണ്. അത് ഏതുപോലെ ഗീത പോലെ വില്ലുകുലക്കാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് വില്ലുകുലക്ക് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉപദേശിക്കുന്ന വരികളാണല്ലോ ഭഗവത്ഗീത. ആ ഭഗവത്ഗീത നോക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയോ ഹിന്ദു അല്ലാത്തവരെ കൊല്ലാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്? ഭഗവത്ഗീത മൊത്തം യുദ്ധകാന്ഡമാണ്. എന്തിനാ? ഖുർആൻ വന്നത് ഒരുപാട് കാര്യങ്ങൾക്ക്, ഭഗവത്ഗീതയോ യുദ്ധത്തിന് വന്നതാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആരാ പറയുന്നത്? വില്ല് കുലക്കാൻ മടിച്ചു നിൽക്കുകയാണ് അർജുനൻ തേരിൽ. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, പാർത്ഥ വില്ല് കുലക്ക്, അമ്പേ യുദ്ധം ചെയ്യും. അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ ഒരു കാരണമുണ്ട്. നേരെ തൊട്ടു മുന്നിൽ ഗുരുനാഥൻ ദ്രോണൻ, തൊട്ടുമുന്നിൽ ജ്യേഷ്ഠൻ ദുര്യോധനൻ, തൊട്ടുമുന്നിൽ സഹോദരൻ കർണൻ, തന്റെ അമ്മക്ക് ജനിച്ച മറ്റൊരുവൻ കർണൻ, അപ്പുറത്ത് ഭീഷ്മർ. ഈ വലിയ ജനത്തെ നോക്കി, തന്റെ കൂടപ്പറപ്പുകൾ നോക്കിയിട്ട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് മടിച്ച് വില്ല് കുലക്കാട് മടിയനായി തേരിലിരിക്കുന്ന അർജുനനോട്, വില്ലാളി വീരനായ അർജുനനോട് സാക്ഷാൽ ഈ പറയപ്പെട്ട അവതാരം എന്ന് പറയട്ടെ, അവതാരം പറയട്ടെ, ശ്രീധരനുണ്ടി ഇവിടെ പറഞ്ഞല്ലോ അവതാരമാണെന്ന്. എന്റെ സഹോദരങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നല്ലോ ഹിന്ദുക്കൾ.
ആ സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്ന കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ ഉപദേശിച്ചതാണ് ഗീത. ഗീത യുദ്ധകാന്ഡം മാത്രമാണ്. യുദ്ധത്തിനല്ലാതെ ഗീത വന്നിട്ടേ ഇല്ല. അത് തെറ്റാണോ? അതെങ്ങനെ തെറ്റാവുക? എന്നതുപോലെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ എത്രയോ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അല്ലാതെ മനുഷ്യത്വത്തെ കാണാതെ മനുഷ്യനെ ശത്രുവാക്കുന്ന യാതൊരു വാക്കും പരിശുദ്ധ ഖുർആനിൽ ഇല്ലേ. സ്വാമിജി, നിങ്ങൾക്കല്ല പഴച്ചത്. പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാതെ പരിഭാഷപ്പെടുത്തിയ വിഡ്ഢികളായ പരിഭാഷകരാണ് സമുദായത്തിന് ദ്രോഹം ചെയ്തിട്ടുള്ളത്. സ്വാമിജി, നിങ്ങൾക്കല്ല പഴച്ചത്. ഞാൻ ഈ ഹാമീം സജദയിലെ ഈ 30, 31, 32, 33, 34, 35 ആയത്തുകൾക്ക് കവിത, മൊത്തം കവിതയാണ്. അത് മാത്രം ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ്. രാഘവൻ നായരുടെ പരിശുദ്ധ ഖുർആന് അദ്ദേഹം ഹാമീം സജദയിലെ എല്ലാവർക്കും അറിയുന്ന ആയത്തുകളാണല്ലോ ഒരു മുസ്ലിമിന്റെ ബാധ്യത. അല്ലാഹുവല്ലാതെ തങ്ങൾക്കു രക്ഷകൻ മറ്റാരുമില്ലെന്നുറപ്പിച്ച മർത്യരെ കാണുവാനെത്തും മലക്കുകൾ ചൊല്ലിടും ഭീതിയും ക്ലേശവും വേണ്ടിയില്ല മർത്യരെ. നിങ്ങൾക്ക് തന്നോരു വാഗ്ദാനമൊക്കെയും സത്യമായി തീർന്നിതാ സന്തുഷ്ടരാകുവീൻ. ഉറുവിയിൽ നിങ്ങൾ വസിച്ചൊരു നേരവും സ്വർഗത്തിൽ സൗഖ്യമായി വാഴുന്ന കാലവും മിത്രങ്ങളായി ഞങ്ങൾ മേവുന്നു സന്തതം. വ്യത്യാസമുണ്ടാകയില്ല മേലിലും ഇച്ഛിച്ച കാര്യങ്ങളെല്ലാം ഉദാരമായി ലഭ്യമാക്കിയിടുന്നു സ്വർഗലോകങ്ങളിൽ. കുറ്റങ്ങളൊക്കെയും പാടെ പൊറുക്കയും നിങ്ങളിൽ കാരുണ്യപൂരം പൊഴിക്കയും ചെയ്യുന്നൊരല്ലാഹു നൽകുന്ന ദീർഘമാം സൽക്കാരമാണിതെന്നോർക്കുവീൻ കൂട്ടരെ. സത്യം വരിക്കാൻ പ്രചോദനം നൽകയും സൽക്കർമ്മമോരോന്ന് നിത്യവും ചെയ്യുകയും സത്യവിശ്വാസി ഞാൻ അരുൾ ചെയ്യുകയും ചെയ്യുന്ന മാനവൻ ശ്രേഷ്ഠനാണത്രയും. നന്മയും തിന്മയും തുല്യമായി വന്നിട നന്മകൾ കൊണ്ടു നീ തിന്മയോടേൽക്കണം. അതന്നെ ഒരാൾ ഇങ്ങോട്ട് തിന്മ ചെയ്താലും രാഘവണ്ണാർക്ക് പോലും മനസ്സിലായില്ലേ സ്വാമിജിയെ ഖുർആന്റെ മൗലികത. നന്മ കൊണ്ടാണ് തിന്മയോട് പ്രതികരിക്കേണ്ടത്. ആ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. ആര് ഇങ്ങോട്ട് നിന്നെ എതിർക്കാൻ വന്നാലും നന്മ കൊണ്ട് പ്രതികരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് വ്യാഖ്യാനം അതിന്റെ വരി. നന്മയും തിന്മയും തുല്യമായി വന്നിട നന്മകൾ കൊണ്ടു നീ തിന്മയോടേൽക്കണം. ഈ വണ്ണം ആചരിച്ചിടുകിൽ മാനവ ദ്വേഷണൻ ബന്ധുവായി മാറിടും സത്വരം. എത്ര വലിയ ശത്രുവിനെയും നീ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ അവൻ നിന്റെ കൂട്ടുകാരനായി മാറും. പറഞ്ഞില്ലേ കഅന്നഹു വലിയുൻ ഹമീം. ഇസ്ലാം ഒരിക്കലും വർഗീയതയല്ല. വർഗീയത ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും ഇസ്ലാം വർഗീയതയിലേക്ക് ക്ഷണിക്കൂല. സർവം പൊറുക്കാൻ ക്ഷമിക്കാൻ കഴിഞ്ഞിടും സജ്ജനം മിത്രമേ സത്യം ഗ്രഹിച്ചിടും. ശ്രേഷ്ഠരാം മനുഷ്യർക്കല്ലാതെ ആർക്കുമേ സൗഭാഗ്യമേ വിധം നൽകില്ല രക്ഷകൻ. ഇസ്ലാം മതത്തിന്റെ കാമ്പ് പറയുക ആരാ പറയുന്നത്? KG രാഘവൻ നായർ. പരിശുദ്ധ ഖുർആനിലെ 6660 ചില്ലാനോ വചനങ്ങൾ
അല്ലാഹു മാനവന് നൽകിയ അനർഘമായ സംഭാവന. ഇത്രമേൽ വലിയൊരു സംഭാവനയുണ്ടോ? മാനവൻ നൽകിയ ഏറ്റവും വലിയ 2 സംഭാവനകൾ. ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ പുണ്യ നബിയെ പറഞ്ഞതും ലോകത്തിന് മുഴുവനും കരുണ എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കരുണയായ മുഹമ്മദ് മുസ്തഫ, ആ ആളാണ് നബി. ഖുർആനോ കരുണ, അല്ലാഹുവോ കരുണ, ഖുർആനോ കരുണ, റമദാനോ കരുണ. എല്ലാം കരുണ. പരിശുദ്ധ ഫാത്തിഹയിൽ അല്ലാഹ് എന്ന് 2 തവണയാണ്, കരുണാണ് 4 തവണയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ മതം എങ്ങനെ വർഗീയവാദിയാവോ? ആ മതം എങ്ങനെ മനുഷ്യരെ വർഗീയവാദികളാവും? ആ മതം വർഗീയതയുടെ മതമാകുന്നത് എങ്ങനെ? ആ മതം എടുക്കുന്നവൻ എങ്ങനെയാണ് വർഗീയവാദിയായി തീരുക? നിങ്ങൾ ചിന്തിക്കുക.